In this lecture, we will discuss about the small signal model of BJT. So, small signal model അല്ലെങ്കിൽ equivalent circuit. So, നമ്മളൊരു RC coupled amplifier അതിൻ്റെ സ്മോൾ സിഗ്നൽ അനാലിസിസ് ഒക്കെ പഠിക്കുന്നുണ്ട്. സോ ആ ഒരു സ്മോൾ സിഗ്നൽ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മളൊരു RC coupled ആംപ്ലിഫയറിൻ്റെ സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ അതിനകത്ത് ട്രാൻസിസ്റ്റർ കമ്പോണൻറ്റിനെ നമ്മളൊരു ഇക്വലൻറ്റ് മോഡൽ വെച്ചിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വലൻറ്റ് മോഡൽ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. ആ ഇക്വലൻറ്റ് മോഡലിനെ നമ്മൾ സ്മോൾ സിഗ്നൽ മോഡൽ എന്നാണ് പറയുന്നത്. സോ ആ സ്മോൾ സിഗ്നൽ മോഡൽ അല്ലെങ്കിൽ ആ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് ദാറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് ട്രാൻസിസ്റ്റർ ഇൻ ടേംസ് ഓഫ് നോൺ എലമെൻറ്റ്സ് സച്ച് ആസ് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, കറണ്ട് സോഴ്സസ് എക്സെട്ര. സോ ആ ഒരു സർക്യൂട്ടിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കപ്പാസിറ്റേഴ്സ്, കറണ്ട് സോഴ്സസ് ഇങ്ങനെയുള്ള കമ്പോണൻറ്റ്സ് വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണ് നമ്മൾ ഈ സ്മോൾ സിഗ്നൽ മോഡലായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ദ സർക്യൂട്ട് എംപ്ലോയിങ് ട്രാൻസിസ്റ്റർ ക്യാൻ ബി അനലൈസ്ഡ് ബൈ റീപ്ലേസിങ് ട്രാൻസിസ്റ്റർ ബൈ ഇറ്റ്സ് സ്മോൾ സിഗ്നൽ മോഡൽ. സോ നമ്മളത് സ്മോൾ സിഗ്നൽ അനാലിസിസ് RC coupled ആംപ്ലിഫയറിൻ്റെ ചെയ്യുമ്പോൾ അതെങ്ങനെയാണത് വരയ്ക്കുന്നതെന്നൊക്കെ നമുക്ക് ക്ലിയർ ആവും. റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആവും. സോ ഈ സ്മോൾ സിഗ്നൽ മോഡൽ തന്നെ മെയിനായിട്ടും 3 ടൈപ്സ് ഉണ്ട്. ദാറ്റ് ഈസ് RE മോഡൽ, സോ RE മോഡൽ, then hybrid model, then hybrid pi model. സോ അതിൽ നമ്മൾ ഹൈബ്രിഡ് പൈ മോഡലാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഹൈബ്രിഡ് പൈ മോഡലാണ്. RE മോഡൽ, ഹൈബ്രിഡ് മോഡൽ, ഹൈബ്രിഡ് പൈ മോഡലുണ്ട്. അതിൽ ഹൈബ്രിഡ് പൈ മോഡലിൻ്റെ അനാലിസിസ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഹൈബ്രിഡ് പൈ മോഡൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്മോൾ സിഗ്നൽ മോഡൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്മോൾ സിഗ്നൽ മോഡൽ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയൊരു ഡെറിവേഷനുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഇൻപുട്ട് എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഇൻപുട്ട് സിഗ്നലിൻ്റെ കണക്ടർ കറണ്ട്, ബേസ് കറണ്ട്, എമിറ്റർ കറണ്ട് ഇതിനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. സോ അതിൻ്റെ DC കണ്ടീഷൻസ് ഞാൻ എഴുതാം. The DC conditions of a transistor. നമ്മൾ പഠിച്ചിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഇപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ഒരു കോമൺ എമിറ്റർ ഏത് കോൺഫിഗറേഷൻ ആണെങ്കിലും, ഇപ്പോൾ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ, സോ ഇതാണ് ട്രാൻസിസ്റ്റർ, ഇതാണ് അതിൻ്റെ ബേസ്, കളക്ടർ, എമിറ്റർ, ടെർമിനൽ. അപ്പോൾ നമ്മളിവിടുത്തെ കണ്ടീഷൻസ് എഴുതുമ്പോൾ ഐയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ജനറലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് I is equal to IC by alpha, അല്ലെങ്കിൽ IC is equal to alpha I. അതുപോലെ തന്നെ ബേസിൻ്റെ കേസിലാണെങ്കിൽ IB IC by ബീറ്റ, ബേസ് കറണ്ട്. ഇത് എമിറ്റർ കറണ്ട് IB is equal to IC by ബീറ്റ, അല്ലെങ്കിൽ IC is equal to ബീറ്റ IB. ആൽഫയുടെയും ബീറ്റയുടെയും എക്സ്പ്രഷൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കളക്ടർ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഡയോഡ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബേസ് എമിറ്റർ ജംഗ്ഷൻ, നമുക്കറിയാം ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയുന്നത് നോർമലി ഫോർവേഡ് ബയാസ്ഡ് ആണ്. സോ നമ്മൾ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. I is equal to I0 e raised to QV by KT. ഇതാണ് ജനറലായിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. I0 e raised to QV by KT. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഡയോഡിൻ്റെ ഇക്വേഷൻ. അപ്പം ഇവിടെ ഫോർവേഡ് ബയസ് വോൾട്ടേജ് VB ആണെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷനെ I0 is equal to e raised to QVEB by KT എന്ന് എഴുതാം. ശരിക്കും ഇത് ഒരു ഡയോഡാണ്, ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്. ആ PN ജംഗ്ഷൻ ഡയോഡിലുള്ള കറണ്ട് ഇക്വേഷനാണ് ഞാൻ എഴുതിയത്. ശരിക്കും ഈ കറണ്ട് തന്നെയാണ് ഈ IC എന്ന് പറയുന്ന കറണ്ട്. നമുക്ക് പറയാം I is approximately equal to IC എന്ന് പറയാം. സോ IC is equal to എനിക്ക് എഴുതാം I0 e raised to QVEB by KT. ഈ Q by KT നമ്മൾ VT by VT എന്ന് എഴുതാം. സോ ദിസ് ഈസ് സെയിം ആസ് VEB by VT. VT എന്ന് പറയുന്നത് KT by Q ആണ്. സോ ഈ എക്സ്പ്രഷനെ I0 e raised to VEB by VT എന്ന് എഴുതാം. ഞാൻ പറഞ്ഞു IC എന്ന് പറയുന്നത് കളക്ടർ കറണ്ട് ആണ്.
സോ ദിസ് ഈസ് സെയിം ആസ് ദ ഡയോഡ് കറണ്ട്. സോ നമ്മളിതിനെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് വെച്ച് ഒരു ഡയോഡ് വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യണം. ദിസ് ഇസ് എ പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ബൈ വോൾട്ടേജ് VEB. സോ ഇതാണ് ICയുടെ എക്സ്പ്രഷൻ. IC ഈസ് ഈക്വൽ ടു I0 e raised to VEB by VT. സോ നമുക്ക് 3 DC കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു, I, IB ആൻഡ് ICയുടെ 3 DC കറണ്ട് ഇക്വേഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഈ ഒരു ട്രാൻസിസ്റ്ററിലേക്ക് നമ്മളൊരു VBE എന്ന് പറയുന്ന ഒരു സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുവാണ് ബേസിലേക്ക് VEB. സോ നമുക്ക് എഴുതാം ലെറ്റ് ആൻ ഇൻപുട്ട് സിഗ്നൽ VBE, സ്മോൾ ലെറ്റർ VBE ആണ്, ഈസ് അപ്ലൈ ടു ദ ബേസ്. സോ ബേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് VB ആണെന്ന് കൺസിഡർ ചെയ്യുക. സോ നമ്മളിവിടെ ഓൾറെഡി ഒരു ഫോർവേഡ് ബയാസിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു VBE സിഗ്നൽ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ICയുടെ വാല്യൂ ചേഞ്ച് ആവും, അല്ലെങ്കിൽ ആ ടോട്ടൽ IC കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ കളക്ടർ കറണ്ട് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ടോട്ടൽ കളക്ടർ കറണ്ട്. സോ ടോട്ടൽ കളക്ടർ കറണ്ട് ഞാൻ സ്മോൾ IC വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണ്. സ്മോൾ IC ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ IC ഇൻറ്റു സ്മോൾ IC ഈസ് ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷനാണ്, ഇത് ICയുടെ എക്സ്പ്രഷനാണ്. സോ ദിസ് വാല്യൂ വിൽ ഇൻക്രീസ് e raised to VEB by VT ആണ്. അതിൻ്റെ കൂടെ നമ്മളൊരു VBE എന്ന് പറയുന്നൊരു വോൾട്ടേജ് കൊടുക്കുവാണ്. സോ ടോട്ടൽ കളക്ടർ കറണ്ട് IC ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു ഇവിടുത്തെ വോൾട്ടേജിൻ്റെ വാല്യൂ ഒരു VEB വോൾട്ടേജ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വാല്യൂ വിൽ ബിക്കം VEB പ്ലസ് സ്മോൾ VBE. സോ ആ ഒരു ഇൻപുട്ട് സിഗ്നലിൻ്റെ എഫക്റ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ദ വാല്യൂ ഓഫ് ടോട്ടൽ കളക്ടർ കറണ്ട് IC ഈസ് ഈക്വൽ ടു I0 e raised to VBE plus VBE by VT. സോ ഈ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ ചേഞ്ച് ആവും. സോ ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ദിസ് ഈസ് I0 ഇൻറ്റു e raised to VEB by VT ഇൻറ്റു e raised to small VBE by VT. ഇതിൽ ഫസ്റ്റ് ടേം നമുക്കറിയാം, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് IC തന്നെയാണ്. സോ ദാറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ IC ഇൻറ്റു e raised to VBE by VT. സോ എനിക്ക് ടോട്ടൽ കളക്ടർ കറണ്ടിൻ്റെ ഒരു എക്സ്പ്രഷൻ കിട്ടി, IC ഇൻറ്റു e raised to VBE by VT. അപ്പോൾ നമ്മൾ സ്മോൾ സിഗ്നൽ അനാലിസിസിൻ്റെ കേസിൽ for small signal analysis, if VBE is very much smaller than VT എന്ന് പറഞ്ഞാൽ അറിയാം KT/Q ആണ്, വോൾട്ട് ഇക്വലൻ്റ് ടു ടെമ്പറേച്ചർ അല്ലെങ്കിൽ VT എന്ന് പറഞ്ഞത് KT/Q ആണ്. സോ VBയുടെ വാല്യൂ KT/Q അല്ലെങ്കിൽ VTക്ക് വളരെ ചെറിയ വാല്യൂ ആണെങ്കിൽ VBE എന്ന് പറയുന്നത്, ദെൻ നമുക്ക് ആ ഒരു എക്സ്പ്രഷനെ IC ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ്. സോ ഇത് ഒരു എക്സ്പോണൻഷ്യൽ ടേം ആണ്, e raised to x ഫോമിലാണ്. സോ നമ്മൾ VBE വെരി മച്ച് ലെസ് ദാൻ VTയിൽ അങ്ങനെ ഒരു കണ്ടീഷനിൽ e raised to x അല്ലെങ്കിൽ എക്സിൻ്റെ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് e raised to xൻ്റെ ഇക്വേഷൻ നമുക്ക് എക്സ്പോണൻഷ്യൽ സീരീസ് അറിയാം. 1 + x by 1 factorial plus x square by 2 factorial plus etc. x cube by 3 factorial. ഇങ്ങനെയാണ് നമ്മൾ e raised to xൻ്റെ പഠിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഹയർ ഹാർമോണിക് കമ്പോണൻസ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ ഇത്രയും കമ്പോണൻസ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. 1 + x e raised to x എന്ന് വെച്ചാൽ നമുക്ക് 1 + x വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. സോ e raised to VBE by VT ഈ ഒരു ടേമിനകത്ത് നമുക്ക് 1 + x എന്നുള്ള ഫോമിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 1 + x എന്ന് പറയുന്നത് VBE by VT ആണ്. സോ ഈ ഒരു എക്സ്പ്രഷൻ e raised to xൻ്റെ എക്സ്പ്രഷൻ നമുക്ക് 1 + x ആയിട്ട് എഴുതാൻ പറ്റുന്നത് ഇഫ് ദ കണ്ടീഷൻ VBE ഈസ് വെരി മച്ച് ലെസ് ദാൻ VT ഫോർ സ്മോൾ സിഗ്നൽ അനാലിസിസ്. സോ ഇത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ദിസ് വിൽ ബിക്കം IC ഇൻറ്റു VBE by VT. ഇങ്ങനൊരു എക്സ്പ്രഷൻ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് 2 കമ്പോണൻസ്, ടോട്ടൽ കളക്ടർ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ നോക്കുവാണെങ്കിൽ 2 കമ്പോണൻസ് ഉണ്ട്. ഒരെണ്ണം DC കമ്പോണൻ്റ് ആണ്, അടുത്തതെന്ന് പറയുന്നത്
നമ്മുടെ സിഗ്നലിൻ്റെ കമ്പോണൻ്റാണ്. ഐ സി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഡി സി വാല്യൂ. ദെൻ ഐ സി ഇൻറ്റു വി ബി ഇ ബൈ വി ടി. വി ബി എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ കമ്പോണൻ്റ് ആണ്. സോ ദിസ് വാല്യൂ വിൽ ബി, ദിസ് എക്സ്പ്രഷൻ വിൽ ബി, സോ ദിസ് കമ്പോണൻ്റ് ഈസ്, ദിസ് ഈസ് ഡി സി കമ്പോണൻറ്റ് and this is a signal component. കാരണം അവിടെ വി ബി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. സോ ദാറ്റ് വിൽ ബി എ സിഗ്നൽ കമ്പോണൻറ്റ് ഓഫ് ഐ സി. സോ നമ്മൾ ഐ സിയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ പറഞ്ഞു. അതിൽ നമുക്ക് ഡി സി കമ്പോണൻറ്റ് ആവശ്യമില്ല. നമ്മൾ സ്മോൾ സിഗ്നൽ അനാലിസിസ് ആണ് ചെയ്യുന്നത്, എ സി അനാലിസിസ് ആണ്. നമുക്ക് ആ സിഗ്നൽ കമ്പോണൻറ്റ് മാത്രം മതി. Therefore we can write IC is equal to capital IC. നമ്മൾ ഡി സി കമ്പോണൻറ്റ് നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. നമുക്ക് സ്മോൾ സിഗ്നൽ അനാലിസിസിന് ആ സിഗ്നൽ കമ്പോണൻറ്റ് മാത്രം മതി. സോ ഐ സി ഇൻറ്റു വി ബി ഇ ബൈ വി ടി. ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ. ഐ സി ഈസ് ഈക്വൽ ടു ഐ സി ഇൻറ്റു വി ബി ഇ ബൈ വി ടി. സോ ഇതിൽ നമുക്ക് പുതിയൊരു ടേം കൊണ്ടുവരാം. ദാറ്റ് ഈസ് ജി എം ഇൻറ്റു, സോ ഐ സി ബൈ വി ടി ആണ് ഞാൻ ജി എം ആയിട്ട് റീപ്ലേസ് ചെയ്തത്. സോ ദിസ് ഈസ് ജി എം ഇൻറ്റു വി ബി ഇ, വേർ ജി എം ഈക്വൽ ടു ഐ സി ബൈ വി ടി. സോ ജി എം എന്താണ് നമ്മൾ ആ സ്മോൾ സിഗ്നൽ അനാലിസിസ് മോഡൽ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്തിനാണ് ആ ജി എം കമ്പോണൻറ്റ് വന്നിരിക്കുന്നത് എന്നുള്ളത്. സോ ദിസ് ഇസ് ഐ സി ബൈ വി ടി. സോ ഐ സി ബൈ വി ടി വാല്യൂ ആണ് ജി എം. ദെൻ നമുക്കിനി ബേസ് കറണ്ട് നോക്കാം. സിഗ്നൽ കറണ്ട് ഐ സി കണ്ടുപിടിച്ചു. ഐ സി നമുക്ക് ജി എം വി ബി എന്ന് കിട്ടി. സിമിലർലി ഞാൻ നേരത്തെ പറഞ്ഞു ഐ സി, ഐ ബി എല്ലാ എക്സ്പ്രഷൻസും നമുക്ക് വേണം. സോ വി വിൽ ഡിറ്റർമിൻ ദ സിഗ്നൽ കറണ്ട് ഐ ബി. ബേസിലുള്ള സിഗ്നൽ കറണ്ട് ഡിറ്റർമിൻ ചെയ്യാൻ പോവാണ്. ഐ ബിയുടെ എക്സ്പ്രഷൻ അറിയാം, ഐ സി ബൈ ബീറ്റ ആണ്. കാരണം ഐ സി ഈക്വൽ ടു ബീറ്റ ഐ ബി ആണ്, അല്ലെങ്കിൽ ഐ ബി ഈക്വൽ ടു ഐ സി ബൈ ബീറ്റ. സോ ഐ സി നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. സോ ഐ സി എന്ന് പറയുന്നത് ജി എം വി ബി ആണ്. സോ ജി എം ഇൻറ്റു ഇതിവിടെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട് ജി എം വി ബി, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി എം വി ബി ബൈ ബീറ്റ എന്നൊരു എക്സ്പ്രഷൻ നമുക്ക് ഐ സിക്ക് കിട്ടും. സോ ഇനി നമുക്ക് സ്മോൾ സിഗ്നൽ മോഡൽ വരയ്ക്കാൻ അതിൽ കുറച്ച് കമ്പോണൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ദ സ്മോൾ സിഗ്നൽ ഇൻപുട്ട് റെസിസ്റ്റൻസ്. സോ സ്മോൾ സിഗ്നൽ ഇൻപുട്ട് റെസിസ്റ്റൻസ്, സ്മോൾ സിഗ്നൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് ബേസ്, അല്ലെങ്കിൽ ബേസ് ആൻഡ് എമിറ്റർ. ബേസും എമിറ്ററിനും എക്രോസ് ഉള്ള സ്മോൾ സിഗ്നൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. അത് നമുക്ക് പറയാം ദാറ്റ് ഈസ് സീൻ ഫ്രം ദ ബേസ്. നമ്മൾ അല്ലെങ്കിൽ ബൈ ലുക്കിംഗ് ഫ്രം ദ ബേസ്, ലുക്കിംഗ് ഫ്രം ദ ബേസ്, ബേസിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ലുക്കിംഗ് ഫ്രം ബേസ്. കാരണം നമുക്ക് ലുക്കിംഗ് ഫ്രം എമിറ്ററും ഡിറ്റർമിൻ ചെയ്യാനുണ്ട്. സോ അതിനെ നമ്മൾ ആർ പൈ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫ്രം ബേസ് ദ സിഗ്നൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബേസ് ആൻഡ് എമിറ്റർ, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആർ പൈ. ആർ പൈ എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇൻപുട്ടിൽ കൊടുത്തേക്കുന്ന വോൾട്ടേജ് നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ ഇൻപുട്ടിൽ കൊടുത്തേക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വി ബി എന്ന് പറയുന്നൊരു വോൾട്ടേജ് ആണ്. ഇൻപുട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ബി ആണ്. സോ ലുക്കിംഗ് ഇൻ ടു ദ ബേസ്, ലുക്കിംഗ് ഫ്രം അല്ലെങ്കിൽ ലുക്കിംഗ് ഫ്രം ദ ബേസ് നമുക്കറിയാം ഇൻപുട്ട് വോൾട്ടേജ് വി ബി ആണ്, കറണ്ട് എന്ന് പറയുന്നത് ഐ ബി ആണ്. വി ബിയും ഐ ബിയും അറിയാമെങ്കിൽ നമുക്ക് ആ ഇൻപുട്ടിലുള്ള റെസിസ്റ്റൻസ് ആർ പൈ കണ്ടുപിടിക്കാം. ആർ പൈ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ വി ബിയും ഐ ബി അറിയാമെങ്കിൽ വി ബൈ ഐ ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ വി ബി ബൈ ഐ ബി ചെയ്താൽ നമുക്ക് ആർ പൈ കിട്ടും. സോ വി ബി ബേസിൽ കൊടുത്തേക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ബൈ ഇൻപുട്ടിലെ കറണ്ട്, സിഗ്നൽ കറണ്ട് ഐ ബി. സോ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. വി ബി ഇ ബൈ ഐ ബിയുടെ വാല്യൂ നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട് ജി എം ഇൻറ്റു വി ബി ഇ ബൈ ബീറ്റ. സോ ഇവിടെ വി ബി ക്യാൻസലായി പോവും. സോ ദാറ്റ് വിൽ ബിക്കം ബീറ്റ ബൈ ജി എം. സോ ബീറ്റ ബൈ ജി എം,
എന്നൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്കിതിനെ വീണ്ടും എക്സ്പ്രസ് ചെയ്യാം. ജി എം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജി എം ഐ സി ബൈ വി ടി ആണ്. സോ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഐ സി ബൈ വി ടി, സോ ബീറ്റ ബൈ ഐ സി ബൈ വി ടി വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് വി ടി മുകളിൽ പോവും, വി ടി ദെൻ ദിസ് വി സി ബീറ്റ നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് വി ടി ബൈ നമുക്ക് ഐ ബി എന്ന് എഴുതാം അല്ലേ. ഐ ബി നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഡി സി കണ്ടീഷനകത്ത്. ഐ സി ബൈ ബീറ്റയാണ്, ഐ സി ബൈ ബീറ്റയാണ് ഐ ബി. സോ ഐ ആം റീപ്ലേസിങ് ദാറ്റ് വിത്ത് പി ടി ബൈ ഐ ബി. സോ ഈ ഒരു ബീറ്റ ബൈ ജി എം എന്നുള്ള എക്സ്പ്രഷനും ബി ടി ബൈ ഐ ബി എന്നുള്ള എക്സ്പ്രഷനും നമ്മൾ ആ റിലേഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമുക്ക് സിഗ്നൽ കറണ്ട്, എമിറ്ററിലുള്ള സിഗ്നൽ കറണ്ട് നമുക്കൊന്ന് ഡിറ്റർമിൻ ചെയ്യാം. ദാറ്റ് ഈസ് സിഗ്നൽ കറണ്ട് അറ്റ് എമിറ്റർ. ബേസ് കറണ്ട് കണ്ടുപിടിച്ചു. സോ സിഗ്നൽ കറണ്ട് ഐ ഇ കണ്ടുപിടിക്കാം. ഐ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഐ സി ബൈ ആൽഫയാണ്. സോ ഐ സി ബൈ ആൽഫ. വാട്ട് ഈസ് ഐ സി? ഐ സി എന്താണ്? ഐ സി നമ്മളിവിടെ പഠിച്ചു. ഐ സി എന്ന് പറയുന്നത് ജി എം വി ബി ഇ ആണ്. സോ വീണ്ടും നമുക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ജി എം വി ബി ഇ ബൈ ആൽഫ. സോ ഇതാണ് ഐ സിയുടെ എക്സ്പ്രഷൻ, സോറി ഐ ഇയുടെ എക്സ്പ്രഷൻ, ഐ ഇ സ്മോൾ സിഗ്നൽ എമിറ്റർ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ. ദെൻ നമുക്കിനി അടുത്ത നമ്മൾ ഐ ബി കണ്ടുപിടിച്ചിട്ട് സ്മോൾ സിഗ്നൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ലുക്കിംഗ് ഫ്രം ബേസ്. സോ സിമിലർലി നമ്മൾ ലുക്കിംഗ് ഫ്രം എമിറ്റർ നമുക്ക് നോക്കാം. സ്മോൾ സിഗ്നൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് between base and emitter, looking from emitter. സോ നമ്മൾ അതിനെ ആർ പൈ വെച്ചിട്ടാണ് നേരത്തെ റെപ്രസെൻ്റ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മളതിനെ ആർ ഇ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആർ ഇ. സോ ഇൻപുട്ട് കറണ്ട്, ആ ബേസ് എമിറ്റർ ജംഗ്ഷനാണ് ശരിക്കും നമ്മുടെ ഇൻപുട്ട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് വോൾട്ടേജ് വി ബി തന്നെയാണ്. നേരത്തെ നമ്മൾ ഐ ബി ആണ് എടുത്തതെങ്കിൽ ഇവിടെ ഐ ഇ ആണ് എടുക്കുന്നത്, ബേസ് എമിറ്റർ ജംഗ്ഷൻ ഐ ഇ. സോ ഇതാണ് വി ബി ഇ ബൈ ഐ ഇ ആണ് ഇവിടുത്തെ ആർ ഇയുടെ എക്സ്പ്രഷൻ. സോ വി ബി ഇ ബൈ ഐ ഇ എന്ന് പറയുമ്പോൾ വി ബി ഇ ബൈ ഐ ഇ നമ്മൾ ഐ ഇയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ വി ബി ഇ ബൈ ഐ ഈസ് ജി എം വി ബി ഇ ബൈ ആൽഫ. So VB cancel out. So this will become alpha by GM, and GM നമുക്കറിയാം ആൽഫ ബൈ ജി എം എന്ന് പറയുന്നത് ഐ സി ബൈ വി ടി ആണ്, ഐ സി ബൈ വി ടി, ആൻഡ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് വി ടി ബൈ ദെൻ ദിസ് ആൽഫ ബൈ ഐ സി എന്നുള്ളത് നമുക്കും ഐയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. സോ ദിസ് വിൽ ബിക്കം ഐ. സോ നമുക്ക് എക്സ്പ്രഷൻ കിട്ടി വി ടി ബൈ ഐ ഇ, അതാണ് ആർ ഇയുടെ എക്സ്പ്രഷൻ. ആർ പൈയുടെ വി ടി ബൈ ഐ ബി ആണെങ്കിൽ ഇത് ആർ ഇയുടെ വാല്യൂ വി ടി ബൈ ഐ ബി ആയിട്ട് നമുക്ക് എക്സ്പ്രഷൻസ് കിട്ടി. നമുക്കിനി അതുപോലെ തന്നെ ഒരു ആർ ഇക്കും ആർ പൈക്കും തമ്മിലൊരു റിലേഷൻ, എന്നിട്ട് ബേസിലും എമിറ്ററിൽ നിന്നും നോക്കുമ്പോൾ ഉള്ള ഇൻപുട്ട് റെസിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ വേണമെങ്കിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ദാറ്റ് ഈസ് നമുക്ക് വി ബി എന്താണെന്നറിയാം. വി ബി ക്യാൻ ബി റിട്ടൺ ആസ്, സോ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്നും വി ബി ഈസ് ഈക്വൽ ടു ഐ ബി ഇൻറ്റു ആർ പൈ എന്ന് എഴുതാം. സിമിലർലി ഇവിടുത്തെ എക്സ്പ്രഷനിൽ നിന്നും വി ബി എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ ഇ ആണ്. സോ വി ബിയുടെ നമുക്ക് എക്സ്പ്രഷൻ ഐ ബി ഇൻറ്റു ആർ പൈ ആണ്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ഐ ഇ ഇൻറ്റു ആർ ഇ. സോ ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഇതിനകത്തുനിന്ന് ഇക്വേറ്റ് ചെയ്യാം. വി ബിക്ക് പകരം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക്
ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സോ ഇത് ഇക്വേറ്റ് ചെയ്യാം. സോ ഈ രണ്ട് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആർ പൈ? ആർ പൈ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ഇ ബൈ ഐ ബി. ദെൻ ഐ എന്ന് പറയുന്നത് ഐ ബി പ്ലസ് ഐ സി ആണ്. സോ ഐ ബി പ്ലസ് ഐ സി ബൈ ഐ ബി ഇൻറ്റു ആർ ഇ. ദെൻ വി ക്യാൻ റൈറ്റ് ഐ ബി ബൈ ഐ ബി അത് 1 ആണ്. ഐ സി ബൈ ഐ ബി എന്ന് പറയുന്നത് ബീറ്റയാണ്. സോ ഐ ബി ബൈ ഐ ബി 1, ഐ സി ബൈ ഐ ബി എന്ന് പറഞ്ഞാൽ ബീറ്റയാണ്. സോ ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ. സോ ആർ പൈയും ആർ ഇയും തമ്മിലുള്ള എക്സ്പ്രഷൻ ഇതാണ്. ചില സമയത്ത് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. സോ ഈ ഒരു എക്സ്പ്രഷനോട് പഠിക്കണം. ആർ പൈയും ആർ ഇയും തമ്മിലുള്ള ഇക്വേഷൻ ഇതാണ്. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്മോൾ സിഗ്നൽ മോഡൽ വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സിഗ്നൽസ് വാല്യൂ അല്ലെങ്കിൽ എല്ലാ കമ്പോണൻസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്മോൾ സിഗ്നൽ മോഡൽ വരയ്ക്കാം. അപ്പം നമുക്കൊരു സോ ദിസ് വാല്യൂ ഇസ് ബേസ്. സോ ബേസ് ടെർമിനൽ. സോ ഇതാണ് സ്മോൾ സിഗ്നൽ മോഡൽ. കളക്ടർ, എമിറ്റർ, ബേസ്, and this is GM into VBE. Then there will be an output resistance R0. ഇത് ആർ പൈ ആണ്. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തേക്കുന്നത് വി ബി എന്ന് പറഞ്ഞു. സോ ആ വി ബി ആണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ബേസിന് എമിറ്ററിനെ ക്രോസ് ഉള്ള ആ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്ത വി ബി ആണ്. കറണ്ട് ഐ ബി, ഇൻപുട്ട് കറണ്ട്, എമിറ്റർ കറണ്ട് ഐ ഇ, ദെൻ കളക്ടർ കറണ്ട് ഐ സി. സോ ഇതാണ് നമ്മുടെ സ്മോൾ സിഗ്നൽ ഇക്വലന്റ് മോഡൽ. സോ ഞാൻ ഈ മോഡൽ വരച്ചേക്കുന്നത് നമ്മൾ ഹൈബ്രിഡ് ലോ ഫ്രീക്വൻസിയിലും മിഡ് ഫ്രീക്വൻസിയിലും യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് മോഡൽ ഇത് തന്നെയാണ്. നമ്മളത് കറക്റ്റ് ഹൈബ്രിഡ് മോഡൽ വരച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ മോഡൽ യൂസ് ചെയ്യുന്നതെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് തന്നെയാണ് നമ്മുടെ സ്മോൾ സിഗ്നൽ മോഡൽ. സ്മോൾ സിഗ്നൽ മോഡൽ ഓഫ് BJT. അല്ലെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് പൈ മോഡലായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഹൈബ്രിഡ് പൈ മോഡൽ ഫോർ ലോ ടു മിഡ് ഫ്രീക്വൻസീസ്. സോ ലോ ഫ്രീക്വൻസിയിലും മിഡ് ഫ്രീക്വൻസിയിലും യൂസ് ചെയ്യുന്ന സ്മോൾ സിഗ്നൽ മോഡൽ അല്ലെങ്കിൽ ഹൈബ്രിഡ് പൈ മോഡൽ ഇത് തന്നെയാണ്. സോ ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അനാലിസിസ് ചെയ്യുന്നത്. ഹൈബ്രിഡ് പൈ മോഡൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ശരിക്കുമുള്ള ഹൈബ്രിഡ് പൈ മോഡൽ അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലും യൂസ് ചെയ്യാവുന്ന ഹൈബ്രിഡ് പൈ മോഡൽ ഞാൻ വരച്ച് കാണിക്കാം. പക്ഷേ ലോ ഫ്രീക്വൻസിയിലും മിഡ് ഫ്രീക്വൻസിയിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ ഫ്രീക്വൻസി മോഡൽ അല്ലെങ്കിൽ ജനറലി ഒരു സ്മോൾ സിഗ്നൽ മോഡലാണിത്. നമ്മളിവിടെ ഈ ഒരു സ്മോൾ സിഗ്നൽ മോഡൽ നമ്മൾ വരച്ചേക്കുന്നത് ട്രാൻസിസ്റ്റർ ഈസ് represented by voltage controlled current source. So this is an voltage controlled current source. So ഇവിടെ നമ്മൾ ഒരു voltage controlled current source വെച്ചിട്ടാണ്. So this is transistor is represented by, കാരണം ഒരുപാട് സ്മോൾ സിഗ്നൽ മോഡൽസ് ഉണ്ട്. നമുക്ക് കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്, അതുപോലെ തന്നെ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്, കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ട്രാൻസിസ്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മളിവിടെ വരച്ചിരിക്കുന്ന മോഡൽ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ്. ട്രാൻസിസ്റ്റർ ഈസ് represented by voltage controlled current source. സോ നമ്മളിനി RC കപ്പിൾഡ് ആംപ്ലിഫയർ ഒക്കെ വരയ്ക്കുമ്പോൾ ഈ ഒരു മോഡൽ വെച്ചിട്ടായിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. സോ ഇത് തന്നെയാണ് നമ്മൾ ലോ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസി അനാലിസിസിന് യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് പൈ മോഡലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതും ഇത് തന്നെയാണ്. സോ ഈ ഡെറിവേഷൻ, ഇതിനകത്ത് വരുന്ന എക്സ്പ്രഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. So this is the small signal model for BJT, or it is the hybrid pi model for low to
മിഡ് ഫ്രീക്വൻസീസ്. അപ്പം നമുക്ക് ഒരു ഡൗട്ട് അവിടെ വരും. അപ്പം ശരിക്കുമുള്ള ഹൈബ്രിഡ് പൈ മോഡൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പം വി ക്യാൻ സേ ദ പെർഫോമൻസ് ഓഫ് BJT ഈസ് ലിമിറ്റഡ് അറ്റ് ഹൈ ഫ്രീക്വൻസി. അപ്പം ഹൈ ഫ്രീക്വൻസിയിൽ ചില പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഹൈബ്രിഡ് പൈ മോഡൽ നേരത്തെ വരച്ച സർക്യൂട്ടാണെന്ന് ഞാൻ പറയാൻ കാരണം. സോ നമ്മൾ ഹൈ ഫ്രീക്വൻസി അനാലിസിസ് കൺസിഡർ ചെയ്യുമ്പം ഹൈ ഫ്രീക്വൻസി ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പം നമുക്ക് പറയാം ഫോർ ഹൈ ഫ്രീക്വൻസി ഇക്വലൻറ്റ് സർക്യൂട്ട് we should consider junction capacitance. നമ്മൾ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ആ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് കൺസിഡർ ദ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. നമ്മൾ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് പഠിച്ചപ്പോൾ പറഞ്ഞു ഹൈ ഫ്രീക്വൻസി കൺസിഡറേഷൻ നമ്മളവിടെ ജംഗ്ഷൻ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്യണം. അതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഹൈ ഫ്രീക്വൻസി അനാലിസിസിന്. കപ്പാസിറ്റൻസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. സോ ഈ ഒരു പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ലോ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസിക്ക് നമ്മൾ നേരത്തെ പഠിച്ച അനാലിസിസ് അല്ലെങ്കിൽ മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഹൈബ്രിഡ് പൈ മോഡലാണ്. ഈ ഒരു ഹൈബ്രിഡ് പൈ മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ ടു മിഡ് ഫ്രീക്വൻസീസ്. ഹൈ ഫ്രീക്വൻസി അനാലിസിസിന് നമ്മൾ ജംഗ്ഷൻ കപ്പാസിറ്റൻസും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഹൈബ്രിഡ് പൈ മോഡലാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് for high frequency hybrid pi model. So ആ ഹൈബ്രിഡ് പൈ മോഡൽ നമുക്ക് നോക്കാം. This is R, B, B dash. So this is B dash and this is the base. GM into V pi collector R0. This is the emitter. ഇവിടെ ഒരു കപ്പാസിറ്റൻസ് കൂടെ ഉണ്ട്, that is C pi and this is R pi. സോ ഇവിടുത്തെ ആ ഒരു വോൾട്ടേജിനെ നമ്മൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ജനറലി വി പൈ ആയിട്ടാണ്. ആർ പൈക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ വി ബി ആണ് കൊടുക്കുന്നതെങ്കിൽ വി ബി വെച്ച് റീപ്ലേസ് ചെയ്യുക. സോ ഇവിടെ ഞാൻ വി പൈ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇവിടെ ജി എം വി പൈ എന്ന് എഴുതിയേക്കുന്നത്. സോ ദിസ് ഈസ് സി മ്യൂ ആൻഡ് ദിസ് ഈസ് ആർ മ്യൂ. അപ്പോൾ ഇതാണ് ഹൈ ഫ്രീക്വൻസി ശരിക്കുമുള്ള ഹൈബ്രിഡ് പൈ മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ലോ ഫ്രീക്വൻസി അനാലിസിസ് ചെയ്യുമ്പം ഇതിനെ കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്യും. ഇവിടെ ആർ പൈ എന്ന് പറയുന്നത് സ്മോൾ സിഗ്നൽ റെസിസ്റ്റൻസ് ആണ്. നമുക്കറിയാം ആർ പൈ എന്താണെന്ന് നമുക്കറിയാം. സി പൈ എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ബേസ്. ഈ സി പൈ എന്ന് പറയുന്നത് ശരിക്കും ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് ആണ്. നമ്മൾ ബേസ് എമിറ്ററിനെ ഫോർവേഡ് ബയസ് ചെയ്തേക്കുക എന്ന് പറയും. ഇപ്പോൾ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് ഒക്കർ ചെയ്യുന്നത് ഫോർവേഡ് ബയാസ്ഡ് ജംഗ്ഷനിലാണ്. സോ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഒക്കർ ചെയ്യുന്നത് ബയാസിങ് വേണമെന്നില്ല. ശരിക്കും ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ബയസ് ജംഗ്ഷനിൽ ഉണ്ടാവുന്ന കപ്പാസിറ്റൻസ് ആണ്. സോ സി പൈ ഈസ് ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ്. ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് ഇപ്പോൾ നമ്മുടെ ബേസ് എമിറ്റർ ജംഗ്ഷൻ ആണ് ഫോർവേഡ് ബയസ്. സോ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ. എപ്പോഴും ഓർത്തേക്കണം ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് നമ്മൾ ശരിക്കും സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൽ പഠിക്കേണ്ട ഒരു പോർഷനാണ് കപ്പാസിറ്റൻസ്. സോ നിങ്ങളുടെ 2019 സ്കീമിൽ അത് ആ ഒരു പോർഷൻ ഇൻക്ലൂഡഡ് അല്ല. സോ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് ഒക്കർ ചെയ്യുന്നത് ഫോർവേഡ് ബയാസ്ഡ് ജംഗ്ഷനിലാണ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ. സോ അപ്പോൾ എഴുതാം ഡ്യൂ ടു ഫോർവേഡ് ബയാസിങ് between base
ആൻഡ് എമിറ്റ്. സോ അതാണ് സി പൈ എന്ന് പറയുന്ന കപ്പാസിറ്റൻസ്. ഇനി നമ്മൾ ആർ മ്യൂ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ്, ഒരു വെരി ലാർജ് റെസിസ്റ്റൻസ് ആണ്. സോ ദിസ് ഈസ് ആർ മ്യൂ, കളക്ടർ ബേസ് റിവേഴ്സ് റെസിസ്റ്റൻസ്, കളക്ടർ ബേസ് റിവേഴ്സ് റെസിസ്റ്റൻസ്. ജി എം വി പൈ നമുക്കറിയാം. ജി എം വി പൈ എന്ന് പറയുന്നത് കറണ്ട് സോഴ്സ്, ട്രാൻസിസ്റ്ററിൻ്റെ ആക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന കറണ്ട് സോഴ്സ് ആണ് ജി എം വി പൈ. ദെൻ സി മ്യൂ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് എന്ന് പറയും. ആർ മ്യൂ ഈസ് ദ ട്രാൻസിസ്റ്റർ ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. അപ്പോൾ ശരിക്കും ഹൈ ഫ്രീക്വൻസിയിൽ R0 അറിയാം, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. സോ ശരിക്കും നമ്മൾ ഹൈബ്രിഡ് പൈ മോഡലായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതാണ്. പക്ഷേ നമ്മൾ ലോ ടു മിഡ് ഫ്രീക്വൻസി അനാലിസിസിന് മറ്റ് ഒരു ഫിഗറാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫിഗറിൽ നിന്നും നമ്മുടെ ശരിക്കുമുള്ള ലോ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസിക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു ഫിഗർ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഫോർ ലോ ഫ്രീക്വൻസി അനാലിസിസ് വി ഷുഡ് നെഗ്ലെക്റ്റ്. അപ്പോൾ നമുക്ക് ലോ ഫ്രീക്വൻസി അനാലിസിസിന് ലോ ഫ്രീക്വൻസി അനാലിസിസിന് ഈ ആർ ബി എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആർ ബി ബി ഡാഷ് എന്ന് പറയുന്നത് വെരി സ്മോൾ റെസിസ്റ്റർ ആണ്, വെരി സ്മോൾ റെസിസ്റ്റർ. സോ ആർ ബി ബി ഡാഷ് ഈസ് എ വെരി സ്മോൾ റെസിസ്റ്റൻസ്. It should be short circuited. അപ്പം ഇതാണ് ഒരു കണ്ടീഷൻ. ആർ ബി ബി ഡാഷ് സ്മോൾ ആണ്, സോ അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ആർ മ്യൂ എന്ന് പറയുന്ന റെസിസ്റ്റർ നമ്മൾ പറഞ്ഞു, ആർ മ്യൂ എന്ന് പറയുന്ന റെസിസ്റ്റർ വെരി ലാർജ് റെസിസ്റ്റൻസ് ആണ്, കളക്ടറിനും ബേസിനും അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് ആണ്, റിവേഴ്സ് റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ലാർജ് റെസിസ്റ്റൻസ്, സോ ഇറ്റ് ഷുഡ് ബി ഓപ്പൺ സർക്യൂട്ടഡ്. ലാർജ് റെസിസ്റ്റൻസ്, സോ ഇറ്റ് ഷുഡ് ബി ഓപ്പൺ സർക്യൂട്ടഡ്. സോ ആർ മ്യൂ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലോ ഫ്രീക്വൻസി അനാലിസിസിന് എക്സ് സിയുടെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. കാരണം എക്സ് സി എന്ന് പറയുന്നത് 1/2π എഫ് സി ആണ്. എക്സ് സി ഈസ് ഈക്വൽ ടു 1/2π എഫ് ഇൻറ്റു സി. ലോ ഫ്രീക്വൻസി മീൻസ് എഫ് കുറയുമ്പോൾ ലോ ഫ്രീക്വൻസിയിൽ റിയാക്റ്റൻസ് കൂടും. സോ ഫോർ ലോ ടു മിഡ് ഫ്രീക്വൻസി നമുക്ക് പറയാം ദ കപ്പാസിറ്റൻസ് ഷുഡ് ബി ഓപ്പൺ സർക്യൂട്ടഡ്. Should be so low frequency to mid frequency range. So low frequency to mid frequency analysis in the conditions ആണ് നമ്മൾ ഈ പറയുന്നത്. Capacitance should be open circuited. Frequency low ആവുമ്പോൾ reactance കൂടും. So we can say the capacitance should be open circuited. So capacitance എല്ലാം ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. സോ നമ്മുടെ ഫിഗർ നമുക്ക് നോക്കാം. ഹൈ ഫ്രീക്വൻസി മോഡൽ എന്ന് പറയുന്നത് ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. സോ ദിസ് ഷുഡ് ബി ഷോർട്ട് സർക്യൂട്ടഡ്. സോ ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം, ഇതെല്ലാം ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം, ഇതും ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം, ഇതും ഓപ്പൺ സർക്യൂട്ട്. ഇത് ലാർജ് റെസിസ്റ്റൻസ് ആണ്. സോ നമുക്ക് അന്നേരം ആ ഒരു മോഡൽ എങ്ങനെ വരുമെന്ന് നോക്കാം. സോ ബേസ് റെസിസ്റ്റൻസ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, പക്ഷേ ഇവിടെ ആർ പൈ ഉണ്ട്, ഞാനത് വരച്ചു. ദെൻ ഇവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ടായിരുന്നു, അത് ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ദെൻ സി മ്യൂവും ആർ മ്യൂവും എന്താണ് ഓപ്പൺ സർക്യൂട്ടഡ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ടഡ്. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉണ്ട് R0. This is collector and this is emit and this is R pi. ഇത് V pi ആണെങ്കിൽ, if it is V pi, this is GM into V pi. So this is the base terminal. So ശരിക്കും ഈ ഒരു മോഡൽ തന്നെയാണ് നമ്മൾ നേരത്തെ വരച്ച് കാണിച്ച ലോ ഫ്രീക്വൻസി ഹൈബ്രിഡ് മോഡൽ, ലോ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് പൈ മോഡൽ. സോ ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വരയ്ക്കണം R0. സോ ഈ മോഡൽ തന്നെയാണ് ഈ മോഡൽ
അപ്പോൾ ലോ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസിക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ട മോഡൽ ഈ ഒരു ഹൈബ്രിഡ് പൈ മോഡൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസി അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.